Good afternoon, all of you. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പാഠം കംപ്ലീറ്റ് ആയാണ്, എന്നാലും ഒന്ന് മിസ് ഒന്നുകൂടി വായിക്കാതെ നിങ്ങൾക്ക് ഒന്ന് വായിപ്പിക്കാനുണ്ട്. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയത് മുതൽ ഇന്ത്യക്കാരെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. ഇവിടുത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിരിച്ചു. കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച ദേശീയ നേതാക്കളെ മർദ്ദനമുറകൾ കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പൂർണ്ണ സ്വരാജ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കേട്ടു. ആയിടെ വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി: താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്, അതായത് ദിവസം 700 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിലൊന്ന് ഉപ്പുനികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 11 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ 78 പേരോടുകൂടി 1930 മാർച്ച് 12 അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്ന് 320 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടപ്പുറം. 24 ദിവസം എടുത്തു അവിടെ എത്തിച്ചേരാൻ. വഴിനീള സമരഭടന്മാർക്ക് നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങിയെത്തും, അല്ലെങ്കിൽ എന്റെ മൃതദേഹം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന് എഴുതിയിരുന്നു. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6 കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഉപ്പ് വിറ്റ് കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയിലുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയിക്ക് കലിയിളകി. മെയ് 5 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അതടിച്ചിരുന്ന നവജീവൻ പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ അനുയായികളായി 75,000 പേർ രംഗത്ത് വന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അലേടികൾ കേരളത്തിലും ഉണ്ടായി. 1930 ഏപ്രിൽ 13 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. വഴിനീള സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21 പയ്യന്നൂരിലെത്തി. പാലക്കാട് നിന്നും TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാമധ്യേ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പന് ലഭിച്ചു. കേളപ്പൻ ഒരു പറ്റം അനുയായികളോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സംഭവങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നതായിരുന്നു ആ സന്ദേശം. ദണ്ഡി സംഭവിച്ചതുപോലെ കേരളത്തിലും ഉപ്പ് നിയമം ധീരമായി ലംഘിച്ചു. ദിവസങ്ങൾക്കകം ബ്രിട്ടൻ മർദ്ദനമുറകളും ആരംഭിച്ചു. കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചവരെ മർദ്ദിക്കുക മാത്രമല്ല, ഉപ്പ് കുറുക്കുവാൻ കൊണ്ടുവന്ന ചട്ടിയും ചിരട്ടയും കലവും എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, TR കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, RV ശർമ്മ, P കൃഷ്ണപിള്ള എന്നിവരെ 9 മാസത്തെ കഠിന തടവിനെ ശിക്ഷിക്കുകയുണ്ടായി. ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ പിൻകാലത്ത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ ജനക്കൂട്ടം മുൻപോട്ട് വന്നു. തമിഴ്നാട്ടിൽ C രാജഗോപാൽ ആചാര്യാണ് നിയമം ലംഘിച്ചത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഡൽഹിയിൽ മാത്രം ആയിരക്കണക്കിന് പേർ തടവിലായി. സമരം നിത്യേന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സർക്കാർ നിരോധിച്ചു. ഇതോടെ മർദ്ദനം രൂക്ഷമായി. സമരവീര്യവും വർദ്ധിച്ചു. ഒടുവിൽ ഗാന്ധി ഇർവിൻ സദ്യ സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമ ലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയിൽ തടയുകയില്ലെന്ന് തീരുമാനമായി. മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാരും സമ്മതിച്ചു. സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ മോചിപ്പിച്ചു. ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ വൻ വിജയത്തിൽ കലാശിച്ചു.
അല്ലേ? ഇതായിരുന്നു നമ്മുടെ പാഠം. അപ്പോ ഇതിന്റെ അർത്ഥവും പര്യായപദവും ഒക്കെ നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? എന്നിട്ട് അതിനുശേഷം വായിപ്പിക്കാം. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. അതിന്റെ ഉള്ളിൽ ചേർത്ത് എഴുതുക എന്നുള്ളതൊന്നും ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ. അപ്പോ ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ദ്രോഹിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്? ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ദ്രോഹിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്? ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട്. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയതോടെയാണ് എന്ത് സംഭവിച്ചത്? കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയതോടെയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ദ്രോഹിച്ചു തുടങ്ങിയത് അല്ലേ? ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? അവർ നിർവീര്യമാക്കിയത് എന്തെല്ലാമാണ്? അവർ നിർവീര്യമാക്കിയത് എന്തെല്ലാമാണ്? അവിടുത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളും അവർ നിർവീര്യമാക്കി. എന്താ ആൻസർ? സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻ വിലക്ക് ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ പരമ്പരാഗത വ്യവസായങ്ങളെയും തൊഴിലുകളെയും തന്നെയാണ് അവർ നിർവീര്യമാക്കിയത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവർ നിർവീര്യമാക്കിയത് എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്നർത്ഥം ഉത്തരം പരമ്പരാഗത വ്യവസായങ്ങളെയും ഇവിടുത്തെ പറയുമ്പോൾ ഇന്ത്യയിലെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത്? ഓക്കെ. എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത്? എന്തുകൊണ്ടാ ജസ്റ്റിസ്? ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത് പല വിധത്തിൽ ദ്രോഹിക്കാൻ തുടങ്ങി. ഓക്കെ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം? കച്ചവടത്തിൽ ബ്രിട്ടീഷുകാർ ഭരണാധികാരികളായി ആയപ്പോൾ ഇന്ത്യക്കാരെ ദ്രോഹിക്കാൻ തുടങ്ങി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതിഷേധിച്ചത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമായി ഇന്ത്യക്കാരെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻ വിലക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി അല്ലെ? പിന്നെന്ത് ചെയ്തു? ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിരിക്കുകയും പിന്നെ കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് എന്ത്? ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത്. നെക്സ്റ്റ്, ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറിയത് ആരുടെയെല്ലാം നേതൃത്വത്തിലാണ്? ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ഓക്കെ. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറിയത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അശ്വിൻ ഒന്ന് വായിച്ചേ. അശ്വിൻ വായിച്ചേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ അശ്വിൻ? ഏത് ക്വസ്റ്റ്യൻ? നമ്മളിപ്പോ എന്താ വായിച്ചുകൊണ്ടിരുന്നത്? ഗാന്ധിജി വൈസ്രോയി. ഓക്കെ, അതന്നെ. ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിന്റെ എന്തായിരുന്നു? ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? ഉള്ളടക്കം? ഓക്കെ. ഒരാൾ ഒറ്റക്ക് പറഞ്ഞേ ആൻസർ. നോക്കട്ടെ, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതിയെ. എന്താ ഹെവൻ? ഹെവൻ പ്ലീസ് അൺമ്യൂട്ട്. No, sir.
എന്താണ് ഇപ്പം അശ്വിൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ? ഷാനിഫെ എന്തൊക്കെയുണ്ട്? എക്സാം അല്ല നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തോ ഷാനിഫെ? ഷാനിഫ് കേൾക്കുന്നില്ലേ? ആ പറഞ്ഞോ പറഞ്ഞോ. ആൾക്കാരുടെ പേര് പറഞ്ഞാൽ മതിയില്ലേ? അതല്ല, ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഇപ്പൊ വായിച്ചത്? നിങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ല, 5ാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതിൽ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട് താഴെ നമ്മുടെ ടെക്സ്റ്റില്. പറ. ആദ്യത്തേത്, ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ മാസ വരുമാനം 1000 നോക്കി പറഞ്ഞു രൂപയാണ്. അതായത് പ്രതിമാസ ശമ്പളം ദിവസവും 2 രൂപ. ഓക്കെ, എങ്ങനെയാ പറയണ്ടേ? ആദ്യം താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്. അതായത് ദിവസം 700 രൂപ. എന്നാലോ ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി വരുമാനം എത്രയാ കൊടുക്കുന്നത്? കേവലം ഇന്ത്യക്കാരന്റെ മാസ വരുമാനം ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. ഇതാണ് ആ കത്തിലത്തെ ഉള്ളടക്കം. എന്നായിരുന്നു ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിക്കുന്നത് എന്നിങ്ങനെ 12 കാര്യങ്ങൾ ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചു. 11. ഓക്കെ, അടുത്ത ചോദ്യത്തിന് ആൻസർ അതാണ്. എത്ര ആവശ്യങ്ങളാണ് ഗാന്ധിജി കത്തിൽ ഉന്നയിച്ചത്? എത്ര ആവശ്യങ്ങളായിരുന്നു ഷാനിഫ്? ഷാനിഫ് കേൾക്കുന്നുണ്ടോ ഷാനിഫേ? ഓക്കെ, എത്ര ആവശ്യങ്ങളായിരുന്നു ഗാന്ധിജി കത്തിൽ ഉന്നയിച്ചത്? 11 ആവശ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചത്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ഹലീമ. എന്താ ഈ വീഡിയോ ഓൺ ചെയ്യാത്തെ? എന്താണ് വീഡിയോ ഓഫ് ചെയ്തിട്ട് അവിടെ ഇരിക്കാനല്ലേ? ഓക്കെ, ഹലീമ പ്ലീസ് അൺമ്യൂട്ട്. പറഞ്ഞ ഏതാ ക്വസ്റ്റ്യൻ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 7. വായിച്ചോ? 7ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ട് എന്ന് എവിടെ നിന്ന് എവിടേക്ക്? ഓക്കെ, എന്താ ചോദ്യം? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത് എന്ന്, എവിടെ നിന്ന് എവിടേക്ക്? പറഞ്ഞ ആൻസർ പറഞ്ഞേ. എന്നാണ് പുറപ്പെട്ടത്? എവിടെ നിന്നാണ്? എവിടേക്കാണ്? നല്ല കുട്ടികളുടെ കൈ പൊക്കുന്നുണ്ടേ, വേഗം പറ. എവിടെ നിന്നാ പുറപ്പെട്ടത്? പയ്യന്നൂരിലേക്കോ? കോഴിക്കോട്ട് നിന്ന് അടി ഞാൻ തരും, വടി എടുത്ത് അടിയത്. വേഗം പറ, എവിടെ നിന്ന്? ഗാന്ധിജി പുറപ്പെട്ടത് എന്ന്. ആദ്യത്തെ ആൻസർ ഏനാ പറയേണ്ടത്? എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത് ഗാന്ധിജി? ആൻസർ റെഡിയാണ്, വേഗം പറഞ്ഞോ. എന്നാ നിജാദേ? ഹലീമക്ക് ഞാൻ വടി എടുത്തിട്ട് അടി കൊടുക്കും. വേഗം പറഞ്ഞു. നിജാദേ പ്ലീസ് അൺമ്യൂട്ട്. നിജാദ് നിജാദേ അൺമ്യൂട്ട് ചെയ്ത മോനെ. അൺമ്യൂട്ട് ചെയ്യറാ മിസ്. നിങ്ങളെ ആരും മ്യൂട്ട് ചെയ്തിട്ടില്ലോപ്പാ. അൺമ്യൂട്ട് ചെയ്യും. ഞാൻ പറയാൻ പറ്റാ. നിജാദിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ജോയൽ എന്താണ് ആൻസർ? കുട്ടികൾ
കുട്ടികളെ നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത് എന്നാണ്? ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്നില്ല, ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്നേ ഇല്ല. ഞാൻ പറയാം മിസ്സേ. ഓക്കെ, ടെക്സ്റ്റ് വായിക്കാത്തവർക്കും ഇതിന്റെ ആൻസർ പറയാൻ പറ്റും, ക്ലാസ് ശ്രദ്ധിച്ചവർക്ക്. ഓക്കെ, പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയട്ടെ മിസ്സേ. ഓക്കെ, 1930 ആരാ പറഞ്ഞു ഇപ്പം? അതില്ല. ഓക്കെ, 1930. ജസ്റ്റസ് അടുത്ത പറഞ്ഞോ. എവിടെ നിന്ന്? എവിടേക്ക്? ദണ്ഡി കടപ്പുറത്തേക്ക്. അപ്പൊ 1930 എപ്പാണ്? 1930 മാർച്ച് 12. ഓക്കെ, കറക്റ്റ്. 1930 മാർച്ച് 12 സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് പോയത്. അപ്പൊ ആദ്യത്തെ എവിടെ എപ്പോൾ ചോദിച്ചപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് 1930 മാർച്ച് 12 എവിടെ നിന്ന്? സബർമതിയിൽ നിന്നും എവിടേക്ക്? ദണ്ഡി കടപ്പുറത്തേക്ക് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച ആരാ വായിക്കുന്നേ? ഒരാളെ വായിക്കണ്ടു. ജീവാടെ അടങ്ങിയിരിക്കുന്നല്ലോ. ജീവ പ്ലീസ് അൺമ്യൂട്ട്. ജുവാന അടുത്ത ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഗാന്ധിജി എന്ത് പ്രസ്താവനയാണ് ഇറക്കിയത്? ഗാന്ധിജി എന്ത് പ്രസ്താവനയാണ് ഇറക്കിയത്? എന്ത് പ്രസ്താവനയാണ്? പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ആണ് ഗാന്ധിജി പ്രസ്താവന ഇറക്കിയത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കേരളത്തിൽ ആരുടെ നേതൃത്വത്തിൽ എന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്? കേരളത്തിൽ ആരുടെ നേതൃത്വത്തിൽ എന്നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്? എന്നാണ്? ശ്രീവിഷ്ണു ആൻസർ പറയാൻ പറ്റുമോ? കേളപ്പന്റെ നേതൃത്വത്തിൽ ആണ് കേരളത്തിൽ 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ ഒരു സംഘം കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. അപ്പൊ 1930 ഏപ്രിൽ അല്ലേ? ഓക്കെ, കെ കേളപ്പന്റെ നേതൃത്വത്തിൽ. നെക്സ്റ്റ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ആരെല്ലാം? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ആരെല്ലാം? ആരെല്ലാണ്? കെ കേളപ്പൻ, കെ മാധവൻ, ആർ വി ശർമ്മ, ശ്രീ കൃഷ്ണൻപിള്ള എന്നിവരായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൽ കേരളത്തിൽ പോയത്. കുറച്ചു പേരും കൂടെ ഉണ്ടല്ലോ. കുറെ പേരുണ്ട്. വായിച്ചേ ആരൊക്കെയാണ്? കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ടി എ കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, ആർ വി ശർമ്മ, പി കൃഷ്ണൻപിള്ള എന്നിവർ. ലൈൻ വായിച്ചപ്പോ മുകളിൽ നേരത്തെ കൂടെ കയറിപ്പോയി. കുറച്ച് രണ്ടുപേരും കൂടെ മുമ്പിലുണ്ടായിരുന്നു. ഓക്കെ, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, ആർ വി ശർമ്മ, പി കൃഷ്ണപിള്ള എന്നിവരല്ലേ? നെക്സ്റ്റ് ഏതാ? ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത് എങ്ങനെ? എങ്ങനെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത്?
ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യൻ കടകളിൽ തീരുമാനമായി. മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാർ സമ്മതിച്ചു. സ്വന്തമായി ഉപ്പ് ഉണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ മോചിപ്പിച്ചു. ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ വൻ വിജയത്തിൽ കലാശിച്ചു. അപ്പോ ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നതോടെ നിയമലംഘനം പിൻവലിച്ചു അല്ലെ? എന്ത് ചെയ്തു? അതോടെ മർദ്ദനമുറകള്, അതായത് ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയിൽ തടയുകയില്ലെന്നും അതുകൊണ്ട് തന്നെ മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്നും സർക്കാരും സമ്മതിച്ചു അല്ലെ? സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ മോചിപ്പിച്ചു. അങ്ങനെ ഉപ്പു സത്യാഗ്രഹം വൻ വിജയത്തിൽ കലാശിച്ചു അല്ലെ? അപ്പൊ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗാന്ധിജി സമരത്തിൽപ്പെട്ട മറ്റൊരു സംഭവം എഴുതുക. ഗാന്ധിജി ഇപ്പൊ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അല്ലെ? എഴുതുക കേട്ടോ. ഓക്കെ. നിജാദിന് ക്ലിയർ ആവുന്നില്ല അല്ലെ മോനെ? ഓക്കെ, നിജാദിന്റെ എന്തോ നെറ്റിന്റെ പ്രശ്നാണെടാ. ബാക്കിയുള്ളവർക്കെല്ലാം ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ അന്ന് വായിക്കാത്ത കുട്ടികൾ ആരൊക്കെയുള്ളത്? ഈ പാഠം വായിക്കാത്ത കുട്ടികള്, ഈ പാഠം ഓക്കെ വായിച്ചിരുന്നോ? ഹേമൻ വായിച്ചിരുന്നോ? ഓക്കെ. ശ്രീവിഷ്ണു വായിച്ചോ? ഓക്കെ. ഹരിനന്ദ് വായിച്ചു. ഓക്കെ. ജസ്റ്റേഴ്സ് വായിച്ചോ? ഹലീമ ക്ലിയർ ഇല്ലേ മോനെ? നിജാദേ, നിജാദിന് ക്ലിയർ ഇല്ല അല്ലെ? നിജാദേ ഒന്നും കേൾക്കുന്നില്ലേ? നിജാദേ, നിജാദ്, നിജാദേ അൺമ്യൂട്ട് ചെയ്തേ മോനെ. നെക്സ്റ്റ് ഒന്ന് നമുക്ക് അത്രേ സമയമുള്ളൂ, ടൈം കഴിയാറായി. വായിക്കാത്ത കുട്ടി ഉണ്ടോ? ഓക്കെ, എന്നാ ജസ്റ്റീസ് വായിച്ചു. ഓക്കെ ജസ്റ്റീസ്, ഞാൻ വായിക്കട്ടെ. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികളായി മാറിയത് മുതൽ ഇന്ത്യക്കാരെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. ഇവിടുത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻവിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിരിച്ചു. കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച ദേശീയ നേതാക്കളെ മർദ്ദന മുറകൾ കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പൂർണ്ണ സ്വരാജ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കിട്ടു. ആയിടെ വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി: താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്, അതായത് ദിവസം 700 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന രീതി അങ്ങ് ഉപേക്ഷിക്കണം. 11 ആവശ്യങ്ങളാണ് കത്തിൽ അന്ന് മോനെ. ഓക്കെ, നെക്സ്റ്റ് ഹരിനന്ദ് ഹരീഷ് വായിച്ചേ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. വായിച്ചോ? എവിടെയാണ് എത്തിയേ? ജസ്റ്റസ് വായിച്ചോ? രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ വായിച്ചോ, സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെങ്കിൽ മിസ്സിന് മനസ്സിലാവും, അടുത്ത പാരഗ്രാഫ് വായിക്കാൻ മനസ്സിലാവൂല. ഓക്കെ, വായിച്ചോ. മൂന്നാമത്തെ പാരഗ്രാഫ് മിസ്സേ. മൂന്നാമത്തെ. ഓക്കെ. 11 ആവശ്യങ്ങളാണ് ഗാന്ധിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിൽ ഒന്ന് ഉപ്പ് നികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 11 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചെങ്കിൽ സമരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതിനൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ 78 പേരോടുകൂടി 1930 മാർച്ച് 12-ാം തീയതി അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്ന്
320 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടലോരം. 24 ദിവസം എടുത്തു അവിടെ എത്തിച്ചേരുവാൻ. വഴി നീളെ സമരഭടന്മാർക്കും നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങെത്തും, അല്ലെങ്കിൽ എന്റെ മൃതദേഹം അറബിക്കടലിൽ ഒഴുകുന്ന കാണാം എന്ന് എഴുതിയിരുന്നു. നെക്സ്റ്റ് ജീവ ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് ജീവ ക്ലിയറേ ഇല്ലേ ജീവ? നെക്സ്റ്റ് ജീവക്ക് കിട്ടുന്നില്ല. ജീവ ഇജാദ് എനിക്കൊന്നും ക്ലിയർ ഇല്ല. അഫ്രാസ് യൂസഫ് വായിച്ചോ. അടുത്ത പാരഗ്രാഫ് ഏതാ? എവിടെയാ ഇപ്പൊ നിർത്തിയത് ഹരിനന്ദ്? അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ. എന്തുകൊണ്ട് കണ്ടില്ല അഫ്രാസെ? എന്നാ നെക്സ്റ്റ്, അതായത് 23 പേജ് നമ്പർ 23 സ്റ്റാർട്ടിങ് അവിടുന്ന്. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഉപ്പ് വിറ്റ് കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയിലുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയ്ക്ക് കലിയിളകി. മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അതച്ചടിച്ചിരുന്ന നവജീവൻ പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ അനുയായികളായി 70,000 പേർ രംഗത്ത് വന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയടികൾ കേരളത്തിലും ഉണ്ടായി. 1930 ഏപ്രിൽ 13-ാം തീയതി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. വഴി നീളെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21-ാം തീയതി പയ്യന്നൂരിലെത്തി. പാലക്കാട്ടു നിന്നും TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാമധ്യ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പനു ലഭിച്ചു. കേളപ്പൻ ഒരു പറ്റം അനുയായികളോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. സംഭവങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നായിരുന്നു ആ സന്ദേശം. ഓക്കെ, നെക്സ്റ്റ് ഹലീമ. നെക്സ്റ്റ് മോനെ അഫ്രാസ്. ഹലീമ വായിച്ചേ. ഹലീമ, സമയം കഴിയാറായി, വേഗം വായിക്ക പ്ലീസ്. അൺമ്യൂട്ട്. ദണ്ഡിയിൽ സംഭവിച്ച പോലെ കേരളത്തിലും ഉപ്പ് നിയമം ധീരമായി ലംഘിച്ചു. ദിവസങ്ങൾക്കകം ബ്രിട്ടൻ മർദ്ദനമുറകളും ആരംഭിച്ചു. എന്ത് ഹലീമക്ക് ചിരി വരുന്നല്ലേ ഹലീമ? വേഗം വായിച്ചോ. കോഴിക്കോട്ടും കടപ്പുറത്തും ഉപ്പും നിയമം ലംഘിച്ചവരെ മർദ്ദിക്കുകയും മാത്രമല്ല ഉപ്പ് കുറുക്കുവാൻ കൊണ്ടുവന്ന
ഉം. ഉപ്പ് കുറുക്കുവാൻ കൊണ്ടുവന്ന ചട്ടിയും ചിരട്ടയും കലവുമെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ഉം. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, ഇ ആർ കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, ആർ വി ശർമ്മ, പി കൃഷ്ണപിള്ള എന്നിവരെ 9 മാസത്തെ കഠിന തടവിനു ശിക്ഷിക്കുകയുണ്ടായി. ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ പിൽക്കാലത്ത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ. നെക്സ്റ്റ് ശ്രീവിഷ്ണു വായിക്കാൻ പറ്റുമോ? ഇപ്പൊ ക്ലാസ് കഴിയും, 1 മിനിറ്റേ ഉള്ളൂ. ശ്രീവിഷ്ണു കേൾക്കുന്നില്ല. ആതിര വേഗം വായിച്ചേ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉപ്പ് നിയമം ലംഘിക്കുവാൻ ജനക്കൂട്ടം മുൻപോട്ട് വന്നു. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയാണ് നിയമം ലംഘിച്ചത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഡൽഹിയിൽ മാത്രം ആയിരക്കണക്കിന് പേർ തടവിലായി. സമരം നിത്യേന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സർക്കാർ നിരോധിച്ചു. ഇതോടെ മർദ്ദനം രൂക്ഷമായി.